ഹലോ ഫ്രണ്ട്സ്, ടീം ഓട്ടോമൊബൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂൾ? ഉത്തരം ഇൻസൈഡ് കാലിപ്പറാണ്. ബാക്കിയുള്ളവയെല്ലാം ഡയറക്റ്റ് മെഷറിംഗ് ടൂൾസുകളാണ്. രണ്ടാമത്തെ ചോദ്യം, ഇൻ ആൻ മെട്രിക് മൈക്രോമീറ്റർ എ കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് ടിമ്പിൾ അഡ്വാൻസസ്. അപ്പോൾ ഇൻസൈഡ് മൈക്രോമീറ്റർ ആയാലും ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ആയാലും അതിൽ ടിമ്പിൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതിൽ തന്നെ ടിമ്പിൾ സ്കെയിൽ റീഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫുൾ റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് എത്ര ആണ്? ഉത്തരം 0.50 ആണ്. ദ ആംഗിൾ വിച്ച് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ഈസ് കാൾഡ് അസ്. 90 ഡിഗ്രിക്ക് താഴെയുള്ള ആംഗിളുകൾ പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡെസിഗ്നേഷൻ ഡസ് ഡിനോട്ട് ദ ഗ്രേഡ് ഓഫ് ഫയൽ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഫയലിൻ്റെ ഗ്രേഡിനെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ബസാർഡാണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ദ ടൂൾ യൂസ്ഡ് ഫോർ റീഫിറ്റിംഗ് പിസ്റ്റൺ റിങ്സ് ഓൺ പിസ്റ്റണീസ്. അതായത് പിസ്റ്റണിൽ അല്ലെങ്കിൽ പിസ്റ്റൺ ഗ്രൂവുകളിൽ പിസ്റ്റൺ റിങ്ങിനെ ഇൻസർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ടൂൾസ് ഏതാണെന്ന് ചോദിച്ചാൽ പിസ്റ്റൺ റിംഗ് കംപ്രസറാണ്. ആറാമത്തെ ചോദ്യം, ഇൻ വിച്ച് നട്ട് ഹാവിങ് ആൻ ഇൻറ്റേർണൽ ഗ്രൂവ് കട്ട് ഇൻ വിച്ച് എ ഫൈബർ ഓർ നൈലോൺ റിംഗ് ഈസ് ഇൻസർട്ടഡ്. അതായത് നട്ടിൻ്റെ ഇൻറ്റേർണൽ ത്രെഡിൻ്റെ ഗ്രൂവുകളിൽ നൈലോൺ അല്ലെങ്കിൽ ഫൈബർ റിങ്ങുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നട്ടുകൾ ഏതെന്നാണ് ചോദ്യം. ഉത്തരമെന്ന് പറയുന്നത് സിമൺസ് ലോക്ക് നട്ടാണ്. ഏഴാമത്തെ ചോദ്യം, ദ ടൂൾ യൂസ്ഡ് ടു മെഷർ ദി ക്ലിയറൻസ് ബിറ്റ്വീൻ ടു സർഫസ് ഈസ് കാൾഡ്. അതായത് രണ്ട് സർഫസുകൾക്കിടയിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ക്ലിയറൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതെന്നാണ് ഉത്തരം ഫീലർ ഗേജ് ആണ്. അടുത്ത ചോദ്യം, ടാപ്പ് റേഞ്ച് ഈസ് എ ടൂൾ യൂസ്ഡ് ടു മേക്ക്. ടാപ്പ് റേഞ്ച് ഉപയോഗിക്കുന്നത് ഇൻറ്റേർണൽ ത്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ടാപ്പ് റേഞ്ച് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, എ മെറ്റൽ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വയർ വിത്തൗട്ട് റപ്ചർ. ദിസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് നോൺ ആസ്. അതായത് മെറ്റലിനെ നേർത്ത വയറുകളാക്കി വലിച്ച് നെടുക്കാനൊക്കെ സാധിക്കും, പക്ഷേ അത് പൊട്ടത്തില്ല. അത് മെറ്റലിൻ്റെ എന്ത് തരം പ്രോപ്പർട്ടിയാണ്? ഉത്തരം ഡക്റ്റിലിറ്റിയാണ് ഉത്തരമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അടുത്ത ചോദ്യം, ദ ടൂൾ യൂസ്ഡ് ടു മെഷർ ദി തിക്നെസ് ഓഫ് ഷീറ്റ് ഈസ് കാൾഡ്. ഒരു മെറ്റൽ ഷീറ്റിൻ്റെ തിക്നെസ് അളക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതെന്നാണ് ചോദ്യം. ഉത്തരം വയർ ഗേജാണ്.